ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ബെർട്രാൻഡ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബെർട്രാൻഡ് മോഡൽ നമുക്ക് ഈ ബെർട്രാൻഡ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. ദ ബെർട്രാൻഡ് മോഡൽ ഈസ് ആൻ എക്കണോമിക് മോഡൽ ഓഫ് കോമ്പറ്റീഷൻ. അതായത് ഒരു കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട ഫേംസ് തമ്മിലുള്ള മത്സരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡലാണ്. യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഹൗ ഫേംസ് കമ്പീറ്റ് ഓൺ പ്രൈസ്. അതായത് വില തീരുമാനിക്കുന്ന കാര്യത്തിൽ ഫേംസ് എങ്ങനെ മത്സരിക്കുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. ഇൻ ആൻ ഒളിഗോപ്പൊളി, ഏത് മാർക്കറ്റ്? ഒളിഗോപ്പൊളി, അതായത് ഫ്യൂ ഫേംസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് ഒളിഗോപ്പൊളി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോസഫ് ബെർട്രാൻഡ് ഇൻ 1883. 1883 ഇദ്ദേഹം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആസ് എ ക്രിട്ടിക് ഓഫ് ദ കോർണട്ട് മോഡൽ. കോർണട്ട് മോഡലിന് ഒരു ക്രിട്ടിക്, അതിനെ നിരൂപിച്ചുകൊണ്ട്, അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ മോഡൽ വന്നത്. ഓക്കെ, വിച്ച് അസ്യൂംസ് ഫേംസ് കമ്പീറ്റ് ഓൺ ഔട്ട്പുട്ട് റാദർ ദാൻ പ്രൈസ്. അതായത് കോർണട്ട് മോഡൽ പറയുന്നത് ഫേംസ് കമ്പീറ്റ് ചെയ്യുന്ന ഏതിലാണ്? ഔട്ട്പുട്ടിലാണ്. ഔട്ട്പുട്ട്, കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കമ്പീറ്റ് ചെയ്യുന്നതാണ് ആ മോഡൽ പറയുന്നത്, ഏതിലുപരി? പ്രൈസിലുപരി. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് വന്ന ഒരു മോഡലാണ് ഇത്. ഇനി നമുക്ക് ഈ മോഡലിന്റെ അസംഷൻസ് മനസ്സിലാക്കാം. കീ അസംഷൻസ് ഓഫ് ദ ബെർട്രാൻഡ് മോഡൽ. അതിൽ ഒന്നാമത്തത് ഫേംസ് കമ്പീറ്റ് ഓൺ പ്രൈസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈച്ച് ഫേം സെറ്റ്സ് എ പ്രൈസ് ഫോർ ഇറ്റ്സ് പ്രൊഡക്റ്റ്. ഓരോ ഫേമും അവരുടെ പ്രൊഡക്റ്റിന് ഒരു പ്രൈസ് സെറ്റ് ചെയ്യും. ആ പ്രൈസ് എങ്ങനത്താണ്? അസ്യൂമിങ് ദ പ്രൈസസ് ഓഫ് ഇറ്റ്സ് കോമ്പറ്റേഴ്സ് റിമെയിൻ കോൺസ്റ്റന്റ്. അതിന്റെ കോമ്പറ്റേഴ്സ്, അതിന്റെ അതേ പ്രൊഡക്റ്റ് വിൽക്കുന്ന അതിന്റെ കോമ്പറ്റേഴ്സ് അവരുടെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും എന്ന ഒരു അസംഷനിലാണ് മറ്റ് ഫേം പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു അസംഷൻ. രണ്ടാമത്തത് ഐഡന്റിക്കൽ പ്രൊഡക്ട്സ്, അതായത് ഫേംസ് പ്രൊഡ്യൂസ് ഹോമോജീനിയസ് ഗുഡ്സ്. ഓക്കെ, ഫേംസ്, അതായത് ഉദാഹരണത്തിന് ഒരു ടൂത്ത് പേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫേം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ ഫേമും എന്താണ്, ഒരേ രീതിയിലുള്ള, ഒരേ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള ഗുഡ്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് അസ്യൂം ചെയ്ത്, ഇതൊക്കെ അസംഷൻസ് ആണ് കേട്ടോ, ഊഹങ്ങളാണ്. അപ്പൊ സോ കൺസ്യൂമേഴ്സ് ഓൾവേസ് ബൈ ഫ്രം ദ ഫേം ഓഫറിംഗ് ദ ലോസ് പ്രൈസ്. അപ്പൊ ഏത് ഫേമിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാലും ഒരേ ഗുഡ് കിട്ടുന്നതുകൊണ്ട്, ക്വാളിറ്റിക്ക് വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ആരാണോ വില കുറച്ച് വിൽക്കുന്നത് അവരിൽ നിന്ന് കൺസ്യൂമേഴ്സ് സാധനങ്ങൾ മേടിക്കുന്നു എന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അത് മറ്റൊരു അസംഷൻ ആണ്. ഇപ്പൊ പെർഫെക്റ്റ് നോളജ്, അതായത് കൺസ്യൂമേഴ്സ് ആർ ഫുള്ളി ഇൻഫോംഡ് അബൌട്ട് ദ പ്രൈസസ് സെറ്റ് ബൈ ഓൾ ഫേംസ്. എല്ലാ ഫേംസും സെറ്റ് ചെയ്യുന്ന വിലയെക്കുറിച്ച് നല്ലൊരു ധാരണ കൺസ്യൂമേഴ്സിന് ഉണ്ടാകും. ഇതൊക്കെ ഇതിന്റെ അസംഷൻസ് ആണ്. ഇനിയും രണ്ട് അസംഷൻസ് കൂടെ ഉണ്ട്. അതിൽ നാലാമത് നോ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ആണ്. അതായത് ഈച്ച് ഫേം ക്യാൻ പ്രൊഡ്യൂസ് ഇനഫ് ടു മീറ്റ് ഓൾ കസ്റ്റമർ ഡിമാൻഡ് അറ്റ് ഇറ്റ്സ് ചൂസൺ പ്രൈസ്. അതായത് എത്ര കസ്റ്റമേഴ്സ്, എത്ര ഡിമാൻഡ് സാധനത്തിന് ഉണ്ടായിക്കഴിഞ്ഞാലും എല്ലാവർക്കും വിൽക്കുന്നതിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നത് മറ്റൊരു അസംഷനാണ്. അതാണ് നോ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അടുത്ത് റാഷണൽ ബിഹേവിയർ ആണ്. യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സും. ഫേംസ് എയിം ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ഫേംസ് പ്രോഫിറ്റ് കൂട്ടാൻ ശ്രമിക്കുന്നു. കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു? ആൻഡ് കൺസ്യൂമേഴ്സ് എയിം ടു മിനിമൈസ് കോസ്റ്റ്. അവരുടെ ചിലവ് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുന്നു. ഇത് മറ്റൊരു അസംഷനാണ്. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്കംസ് നോക്കാം. ഔട്ട്കംസ് ഓഫ് ദ ബെർട്രാൻഡ് മോഡൽ. അതായത് പ്രൈസ് ഈക്വൽസ് മാർജിനൽ കോസ്റ്റ്. വില മാർജിനൽ കോസ്റ്റിന് തുല്യമാകുന്ന ഒരു അവസ്ഥ, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഔട്ട്കം എന്ന് പറയും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഇതിലെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് വരുന്നത്? അതായത് ഇൻ ഇക്വിലിബ്രിയം ഫേംസ് ലോവർ ദെയർ പ്രൈസസ് ടു ജസ്റ്റ് അബവ് ദെയർ മാർജിനൽ കോസ്റ്റ്. അതായത് ഫേംസ് വില കുറച്ചുകൊണ്ടേയിരിക്കും. അവരുടെ മാർജിനൽ കോസ്റ്റിന്, അവർക്ക് ആ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് ചിലവായ അഡീഷണൽ ആയിട്ട് ഒരു ഇൻപുട്ട് കൊടുത്തപ്പോഴത്തേക്ക് ചിലവായ ആ ഒരു തുകയാണ് ആ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് തൊട്ട് മുകളിൽ അതാണല്ലോ ലാഭം എന്ന് പറയുന്നത്. അപ്പൊ അതുവരെ ഇവരെന്ത് ചെയ്യും? പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? ടു അട്രാക്ട് കൺസ്യൂമേഴ്സ്, അതായത് ഉപഭോക്താക്കളെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവരിങ്ങനെ വില കുറയ്ക്കുന്നത്. ഓക്കെ, വിലയിലാണല്ലോ ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് പ്രൈസ് വാർ, ഇതിന് പ്രൈസ് വാർ എന്ന് പറയുന്നത്, ഈ പ്രൈസ് വാർ continues until all firms charge the marginal cost. എല്ലാ ഫേമും മാർജിനൽ കോസ്റ്റിന് വില മാർജിനൽ കോസ്റ്റിന് തുല്യമാകുന്നവരെ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ആസ് എ റിസൾട്ട് നോ ഫേം ഏൺസ് എക്കണോമിക് പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ. അതായത് ലോങ് റണ്ണിൽ ഒരു ഫേമും എന്ത് ചെയ്യുന്നില്ല? പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നില്ല. കാര്യം അവർക്ക് ചിലവായ തുക, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് ചിലവായ തുകയിൽ തന്നെയാണ് അവർ വിൽക്കുന്നത്. 10 രൂപ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് ചിലവായെന്നുണ്ടെങ്കിൽ ആ 10 വിൽക്കുമ്പോഴും അവർക്ക് കിട്ടുന്ന 10 രൂപയാണ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ഇല്ല ലോങ് റണ്ണിൽ. ഇതാണ് സംഭവിക്കുന്നത്. ഇനി നമുക്കൊരു ഡയഗ്രാം മനസ്സിലാക്കാം. ബെർട്രാൻഡ് മോഡൽ ഗ്രാഫ് എന്ന് പറയും. ഇതിൽ വൈ ആക്സിൽ പ്രൈസ് 1ഉം എക്സ് ആക്സിൽ പ്രൈസ് 2 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫേം 1ന്റെയും ഫേം 2ന്റെയും ഗ്രാഫുകൾ, ആ ഒരു ഡയഗ്രാം നമുക്ക് കാണാവുന്നതാണ്. അവർ ചാർജ് ചെയ്യുന്ന വിലകളാണ്. ഇവർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്, രണ്ട് ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്
ഈ അത് രണ്ടും ഈ ഫേം 1ന്റെ ആ ഒരു ലൈനും ഫേം 2ന്റെ ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിലാണ് ഇവർ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. ഇവിടെ ഈ ഇക്വിലിബ്രിയത്തെ നാഷ് ഇക്വിലിബ്രിയം എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു ഫേം അവരുടെ സ്ട്രാറ്റജിയിൽ നിന്നും പിന്മാറി കഴിഞ്ഞാൽ അവരെ പരാജയപ്പെടേണ്ടി വരും. അത് ആ ഒരു സ്ട്രാറ്റജി തന്നെ നിൽക്കുന്ന ആ ഒരു ഇക്വിലിബ്രിയമാണ് ഈ നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൂടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. നാഷ് ഇക്വിലിബ്രിയം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ P1 പ്രൈസ് 1 P1ൽ ഇക്വിലിബ്രിയത്തിലെത്തുന്നു, പ്രൈസ് 2 P2ൽ ഇക്വിലിബ്രിയത്തിലെത്തുന്നു. അതാണ് ഈ മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഷെയർസ് ആണ്. അതായത് ഇഫ് വൺ ഫേം സെറ്റ്സ് എ ലോവർ പ്രൈസ് ദാൻ ദ അതേഴ്സ്, ഒരു ഫേം മറ്റു ഫേമുകളെ അപേക്ഷിച്ച് ഒരു കുറഞ്ഞ വിലയാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാപ്ചേഴ്സ് ദ എൻറ്റയർ മാർക്കറ്റ്, മൊത്തം മാർക്കറ്റ് അവർ ക്യാപ്ചർ ചെയ്യും. എല്ലാ കൺസ്യൂമേഴ്സും അവരെന്നെ മേടിക്കത്തുള്ളൂ. ഓക്കെ, അസ്യൂമിങ് നോ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ്. അതായത് ഇവിടെ ഒരു അസംഷൻ ഉണ്ട്, കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ഇല്ല എന്ന് അസ്യൂം ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ. ഓക്കെ, എന്നാൽ ഇഫ് ആൾ ഫേംസ് ചാർജ് ദ സെയിം പ്രൈസ്, എല്ലാ ഫേമും ഒരേ വിലയാണ് ചാർജ് ചെയ്യുന്നെങ്കിലോ ദേ സ്പ്ലിറ്റ് ദ മാർക്കറ്റ് ഈക്വൽ ആയിട്ട് മാർക്കറ്റ് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം 10 മാർക്കറ്റ്, ഇപ്പം 100 കൺസ്യൂമേഴ്സ് ആണ്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാർക്കറ്റ്, അതായത് എല്ലാ ഫേംസിനും 10 കൺസ്യൂമേഴ്സിനെ വെച്ച് കിട്ടുന്നു. അപ്പോൾ ആ ഒരു ഈക്വൽ ആയിട്ട് ഒരു സ്പ്ലിറ്റ് നടക്കും. ഏത് കേസിൽ? എല്ലാ ഫേംസും ഒരേ വിലയാണ് ചാർജ് ചെയ്യുന്നെങ്കിൽ. ഇനി നമുക്ക് ഇതിൽ ഉൾപ്പെടുന്ന മറ്റ് കാര്യങ്ങൾ നോക്കാം. അതിൽ ഇംപ്ലിക്കേഷൻസ്, അല്ല ഒന്നാമത്തെ കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ഔട്ട്കം ആണ്. അതായത് ഒരാളുടെ ഒരാളുടെ ധാരണയ്ക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു ഔട്ട്കം ആണ് കിട്ടുന്നത്. അതായത് ഒരു ഒളിഗോപ്പൊളി മാർക്കറ്റിൽ സാധാരണയായിട്ട് നല്ല സ്റ്റിഫ് കോമ്പറ്റീഷൻ ആണ് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ ഡെസ്പൈറ്റ് ബീങ് ആൻ ഒളിഗോപ്പൊളി, അത് അതാണ് ബ്രാക്കറ്റിൽ ഫ്യൂ ഫേംസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഒരു ഒളിഗോപ്പൊളി ആയിരുന്നിട്ട് കൂടെ ദ ബെർട്ടാൻ മോഡൽ പ്രെഡിക്ട്സ് പ്രൈസസ് ആൻഡ് പ്രോഫിറ്റ് അക്കിൻ ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷന് സമാനമായി പോകുന്നു. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് പ്രൊഡക്ട്സ് ആർ ഐഡന്റിക്കൽ ആൻഡ് ഫേംസ് കമ്പീറ്റ് ഓൺ പ്രൈസ്, അതായത് പ്രൊഡക്ട്സ് ഐഡന്റിക്കലും ഫേംസ് വിലയിലാണ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് ഏതിന് തുല്യമായി പോകുന്നു? ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷന് തുല്യമായി പോകുന്നു. ഓക്കെ, അപ്പോൾ അതൊരു കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആണ്. അതായത് ഒരാളുടെ ധാരണയ്ക്ക് വിരുദ്ധമായിട്ട് വരുന്ന ഒന്നാണ് ഒരാൾ. ഓക്കെ, ഉൾപ്രേരണയ്ക്ക് വിരുദ്ധമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഡിഫറൻസിയേഷൻ. അതായത് ഡിഫറൻസിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ മോഡൽ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ക്വാളിറ്റി വൈസ് അല്ലെങ്കിൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ മാറുമ്പോഴത്തേക്ക് അവിടെ വിലയിൽ കമ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇഫ് പ്രൊഡക്ട്സ് ആർ ഡിഫറൻഷിയേറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ദ ഇന്റൻസിറ്റി ഓഫ് പ്രൈസ് കോമ്പറ്റീഷൻ റെഡ്യൂസസ്, ആ പ്രൈസ് കോമ്പറ്റീഷന്റെ ആ ഒരു തീവ്രത കുറയുന്നു. ആൻഡ് ഫേംസ് ക്യാൻ മെയിൻറ്റെയിൻ ഹയർ പ്രൈസസ്, ഫേംസിന് എന്ത് ചെയ്യാം? ഉയർന്ന വിലകൾ ഈടാക്കാം. അതൊക്കെ ഇതിന്റെ ഉൾപ്പെടുത്തലുകളാണ്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു കാര്യമാണ് കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് മാറ്റർ. അതായത് കപ്പാസിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ് ഒരു പരിഗണിക്കേണ്ടതുണ്ട്. അതായത് റിയൽ വേൾഡിൽ, ഇൻ റിയൽ വേൾഡ് മാർക്കറ്റ്സ് കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ക്യാൻ പ്രിവെന്റ് ഫേംസ് ഫ്രം അണ്ടർ കട്ടിങ് ഇൻഡെഫിനിറ്റ്ലി, അതായത് അനന്തമായിട്ട് ഒരു പരിധിയുമില്ലാതെ അവ്യക്തമായിട്ട് ഒരു പ്രത്യേക ധാരണയൊന്നും ഇല്ലാതെ ഈ വില മറ്റു കച്ചവടക്കാരിൽ നിന്ന് വില കുറച്ച് വിൽക്കുന്നതിൽ നിന്ന് ആ ഫേംസിനെ തടയുന്ന ഒന്നാണ് ഈ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലീഡ് ടു ഹയർ പ്രൈസസ്, അത് ഇതിലേക്ക് നയിക്കാം, ഹയർ പ്രൈസിലേക്ക് നയിക്കാവുന്നതാണ്. ഇതിലൊരു അസംഷൻ ആണല്ലോ കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഹയർ പ്രൈസിലേക്ക് നയിക്കാം. ഇതിൽ ദാൻ പ്രെഡിക്റ്റഡ് ബൈ ദ ബെർട്ടാൻ മോഡൽ. ബെർട്ടാൻ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഹയർ പ്രൈസിലേക്ക് മാർക്കറ്റിനെ നയിക്കാവുന്നതാണ്. ഇനി ഈ മോഡൽ മനസ്സിലാക്കുന്നതിന് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. Imagine two firms producing identical widgets with a marginal cost of $10. അതായത് രണ്ട് ഫേംസ് ഒരേ സാധനം ഉൽപ്പാദിപ്പിക്കുകയാണ്. അവർക്ക് മാർജിനൽ കോസ്റ്റ് വരുന്നത് $10 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫേം എ സെറ്റ്സ് എ പ്രൈസ് ഓഫ് $12. അതായത് ഒരു ഫേം എന്ത് ചെയ്തു? $12 ആ പ്രൊഡക്റ്റ് വിറ്റു. അപ്പോൾ അവർക്ക് $2 ലാഭം. ഓക്കെ, അപ്പോൾ ഫേം ബി എന്ത് ചെയ്യും? അവരെക്കാട്ടിലും വില കുറച്ച് വിൽക്കാൻ നോക്കും. പ്രൈസ് കോമ്പറ്റീഷൻ ആണല്ലോ. ഫേം ബി മൈറ്റ് അണ്ടർ കട്ട് ഇറ്റ് ബൈ ചാർജിങ് $11.50, 50 സെന്റ് കുറച്ച് ഇവർ വിൽക്കാൻ നോക്കുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് കൺസ്യൂമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം മറ്റവരെന്ത് ചെയ്യും? ഫേം എ വീണ്ടും ഈ 11.50 നിന്ന് വീണ്ടും മറ്റവർ കുറയ്ക്കും, ഫേം എ കുറയ്ക്കും. അങ്ങനെ കുറച്ച് അവസാനം ദിസ് കോമ്പറ്റീഷൻ കണ്ടിന്യൂസ് അൺടിൽ ബോത്ത് ഫേം ചാർജ് $10. രണ്ട് ഫേമും $10 ചാർജ് ചെയ്യുന്നത് വരെ ഈ കോമ്പറ്റീഷൻ എത്തും. ഏണിംഗ് സീറോ എക്കണോമിക് പ്രോഫിറ്റ്, നേരത്തെ പറഞ്ഞ പോലെ സീറോ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എത്തുന്നത് വരെ ഈ കോമ്പറ്റീഷൻ തുടരും. ദ ബെർട്ടാൻ മോഡൽ ഹൈലൈറ്റ്സ്, അതായത് ഈ മോഡൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഹൗ ഇന്റൻസ് പ്രൈസ് കോമ്പറ്റീഷൻ ക്യാൻ ബി ഇൻ മാർക്കറ്റ്സ്. അതായത് മാർക്കറ്റുകളിൽ എങ്ങനെ ഇന്റൻസ് ആയിട്ടുള്ള, അതായത് തീവ്രമായിട്ടുള്ള പ്രൈസ് കോമ്പറ്റീഷൻ ഉണ്ടാകാം വിത്ത് ഹോമോജീനിയസ് ഗുഡ്സ്. അതായത് ഹോമോജീനിയസ് ഗുഡ്സ് ഉള്ള മാർക്കറ്റുകളിൽ എങ്ങനെ ഇന്റൻസ് പ്രൈസ് കോമ്പറ്റീഷൻ ഉണ്ടാകാം എന്ന് ഈ ബെർട്ടാൻ മോഡൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. എംഫസൈസിങ്, അതായത് ഇത് ഊന്നി പറയുന്നത് എന്താണ്? ഇത് ഊന്നൽ കൊടുക്കുന്നത് ദ നീഡ് ഫോർ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, അതായത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷന്റെ ആവശ്യകത.
അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവിടെ പ്രൈസ് കോമ്പറ്റീഷനിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയാണ്. ഓർ അതർ ഫാക്ടേഴ്സ്, അതായത് മറ്റ് ഫാക്ടേഴ്സ്, അതായത് ബ്രാൻഡിങ് പോലുള്ള മറ്റ് ഫാക്ടേഴ്സിന്റെയൊക്കെ പ്രാധാന്യം ഇത് ഊന്നൽ കൊടുക്കുന്നു. ടു സസ്റ്റെയിൻ പ്രോഫിറ്റ്സ്, നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, പ്രോഫിറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെയൊക്കെ പ്രാധാന്യത്തിന് ഇത് ഊന്നൽ കൊടുക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.